ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു പാഠം തുടങ്ങുകയാണ്. ഹോറി ഗല്ലു. ഹോറി ഗല്ലു എന്ന് പറഞ്ഞാൽ കൽബഞ്ച് എന്നാണ് അർത്ഥം. ഹൊറെ ഗല്ലു കൽബഞ്ച്. ഹൊറെ ഗല്ലു കൽബഞ്ച്. എഴുതിയത് സുധാമൂർത്തിയാണ്. ആരാണ് ഈ സുധാമൂർത്തി? സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950. 1950 ജനിച്ച സുധാമൂർത്തി അറ്റ് ഷിഗോൺ ഇൻ നോർത്ത് കർണാടക. നോർത്ത് കർണാടകയിലെ ഷിഗോണിൽ 1950 ജനിച്ച ആളാണ് സുധാമൂർത്തി. ആ സുധാമൂർത്തി എഴുതിയ ഒരു പാഠമാണ്, ഒരു അനക്ഡോട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഞാൻ ആ പാഠത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഹൊറി ഗല്ലു? ഹോട്ട് സമ്മർ ഡേയ്സ്. ഹോട്ട് സമ്മർ ഡേയ്സ് എന്ന് വെച്ചാൽ ചൂടുള്ള വേനൽക്കാലം. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ മെമ്മറൈസ് മീ, എന്നെ ഓർമ്മിപ്പിച്ചു. ഓഫ് മൈ ചൈൽഡ്ഹുഡ്, എന്റെ കുട്ടിക്കാലത്തെ ചൂടുള്ള വേനൽക്കാലം എന്റെ ഓർമ്മയിൽ തന്നു. ഇൻ എ ലിറ്റിൽ വില്ലേജ്. ചൂടുള്ള വേനൽക്കാലത്തെ ദിവസങ്ങൾ ഗ്രാമത്തിൽ ആ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ എന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. സുധാമൂർത്തി തന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. ഹോട്ട് സമ്മർ ഡേയ്സ്, വേനൽക്കാല ദിവസങ്ങൾ. റിമൈൻഡ് മീ, അതെന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. ഓഫ് മൈ ചൈൽഡ്ഹുഡ്, എന്റെ ചൈൽഡ്ഹുഡ് കാലത്തെ പിന്നെ ആ ദിവസങ്ങൾ, ആ ചെറിയ വില്ലേജിൽ ഞാൻ കഴിച്ചു കൂട്ടിയ ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. There was, ആ വില്ലേജിൽ, അവിടെ there was a large banyan tree. അവിടെ വലിയ ഒരു ആൽമരം അഥവാ പേരാൽമരം ഉണ്ടായിരുന്നു. There was a large banyan tree. അവിടെ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. എവിടെയാ? റൈറ്റ്, വലതു ഭാഗമായി. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി വില്ലേജ്. ആ വില്ലേജിന്റെ മധ്യഭാഗത്തിൽ വലതു ഭാഗത്തായി അവിടെ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. There was a large banyan tree right in the middle of the village. ആ വില്ലേജിലെ മധ്യഭാഗത്ത് വലതു ഭാഗത്തായിട്ട് ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് സ്പെൻഡ് ഒന്ന് പിരിച്ചേ, നമുക്കൊന്ന് പിരിച്ചു നോക്കാം. SPEND, സ്പെൻഡ്, അത് ചിലവഴിക്കാണ്. സ്പെൻഡ് പ്ലസ് ഡു. നേരത്തെയൊക്കെ സാറ് പറഞ്ഞതുപോലെ ഏതൊരു V1 വെർബിനോടൊപ്പവും ഡു പ്രയോഗിച്ചാൽ അതേ വെർബ് തന്നെ കിട്ടും. അപ്പൊ ഡു പ്ലസ് സ്പെൻഡ് തന്നെ. അപ്പൊ V1-ൽ ഡി ആ വരുന്നത്. സ്പെൻഡ്. E2-ലോ സ്പെൻഡ് ആണ്, ടി ആണ്.
SPENT, സ്പെൻഡ്. V3യിലും സ്പെൻഡ് തന്നെ, SPENT. അപ്പം ഉച്ചാരണം യഥാർത്ഥത്തിൽ എഴുത്ത് വരുമ്പോൾ സ്പെൻഡ്, സ്പെൻഡ്, സ്പെൻഡ്. പക്ഷെ ഉച്ചാരണ രീതി വരുമ്പോൾ സ്പെൻഡ്, സ്പെൻഡ്, സ്പെൻഡ് എന്നാകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോ ആൻഡ് ഐ വുഡ് സ്പെൻഡ്, ഞാൻ ചിലവഴിച്ചു. മെനി അവേഴ്സ്, നിരവധി സമയങ്ങൾ, നിരവധി സമയങ്ങൾ ഞാൻ ചിലവഴിച്ചു. എവിടെയാ? പ്ലേയിങ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ്. പ്ലേ V1, പ്ലേഡ് V2, പ്ലേഡ് V3. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. എന്താ പ്ലേഡ്, പ്ലേഡ് എന്ന് പറഞ്ഞത്? V2 ഉം V3യും. DED V2യിൽ വന്നാൽ V3യിലും അത് തന്നെയായിരിക്കും. അപ്പൊ അതാ പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്ന് പറയും. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ്, ഞാൻ നിരവധി സമയങ്ങൾ ചിലവഴിക്കാറുണ്ട്. പ്ലേയിങ് അണ്ടർ ഇറ്റ്, അതിൻ്റെ അടിയിൽ. ഞാൻ ആ മരത്തിന്റെ അടിയിൽ, ആ ആൽമരത്തിന്റെ അടിയിൽ കുറച്ച് സമയം ചിലവഴിക്കാറുണ്ട്. എപ്പോഴാ? വാട്ട് ഈസ് ദ ടൈം? ഏത് സമയത്താണ്? അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്, ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്, എൻ്റെ ആ അവധിക്കാല ദിവസങ്ങൾ. എൻ്റെ അവധിക്കാല ദിവസങ്ങളിൽ ആ വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ഞാൻ കുറെ സമയം ചിലവഴിക്കാറുണ്ടായി. The tree was, നീ ആ മരം എങ്ങനെയുള്ളതായിരുന്നു? The tree was like a massive umbrella. Massive means huge. Massive means huge, വലുത് എന്നാണ് അർത്ഥം. എന്താ പറഞ്ഞത്? The tree was like a massive umbrella. ആ മരം ഒരു വലിയ മരമായിരുന്നു. അത് വലിയ, എങ്ങനെ? ലൈക്ക് ആൻ അംബ്രല്ല, ഒരു കുടയുടെ ആകൃതിയായി. കുടയുടെ ആകൃതിയിൽ, നമുക്കറിയാം കുടയുടെ ആകൃതി. അപ്പൊ ആ കുടയുടെ ആകൃതിയിൽ ഉള്ള ഒരു വലിയ മരമായിരുന്നു ഈ ബനിയൻ ട്രീ. മനസ്സിലായോ? The tree was like a massive umbrella. ആ മരം ഒരു വലിയ കുടയുടെ ആകൃതിയിലുള്ളതായിരുന്നു. വിത്ത് ഇറ്റ്സ്, ഇതിനകത്ത് ബ്രാഞ്ചസ്, ശിഖരങ്ങൾ ഉണ്ടായിരുന്നു. ബ്രാഞ്ച്, ശിഖരം. റൂട്ട്, വേര്. പഠിച്ചോണം. ബ്രാഞ്ച്, ശിഖരം. റൂട്ട്, വേര്. സ്റ്റം, തണ്ട്, അതിന്റെ മെയിൻ തണ്ട്. സ്റ്റം പോട്ടെ. അപ്പോ the tree was like a massive umbrella. ആ മരം വളരെ വലിയ കുടയുടെ ആകൃതിയിലുള്ളതായിരുന്നു. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ്, ഇതിന്റെ ശിഖരങ്ങൾ. പ്രൊവൈഡിങ്, പുറപ്പെടുവിക്കുക, ശേഖരിക്കുക, ഉൾക്കൊള്ളുക എന്നൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. പ്രൊവൈഡിങ് മച്ച് നീഡഡ്, അത് നമുക്ക് നൽകി. ഇവിടെ ഗീവ് എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് നൽകി എന്നാണ് അർത്ഥം. അപ്പോ ദി മാസീവ് ലൈക്ക് അംബ്രല്ല, ദ ഹ്യൂജ് ബനിയൻ ട്രീ ഗീവ് അസ് ഓർ പ്രൊവൈഡിങ്, നമുക്ക് നൽകി. മച്ച് നീഡഡ്, ആവശ്യമുള്ള ഷെയ്ഡ്, നമുക്ക് ആവശ്യമുള്ള തണൽ നൽകി. ആൻഡ് സുക്കർ, സുക്കർ തണുപ്പെന്ന് അർത്ഥമുണ്ട്. നമുക്ക് ആ മരം
മറ്റൊരർത്ഥമുണ്ട് ഹെൽപ്പ് സപ്പോർട്ട് എന്ന്. സുക്കറിന്റെ അർത്ഥം എന്താ? ഹെൽപ്പ് സപ്പോർട്ട് എന്ന അർത്ഥമുണ്ട്, സഹായിച്ചു എന്നർത്ഥം. നൗ ഇവിടുത്തെ മീനിങ്, ദ മീനിങ് ഓഫ് ദിസ് പാർട്ട്, ഈ പാർട്ടിലെ ഈ ഭാഗത്തെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂൾ എന്നാണ്, തണുപ്പെന്നാണ്. അർത്ഥ വ്യത്യാസങ്ങൾ ഒരുപാട് വരും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ആശയം അനുസരിച്ച് വേണം, അതായത് പാഠത്തിന്റെ ആശയം അനുസരിച്ച് വേണം അതിന്റെ അർത്ഥം പറഞ്ഞുതരാൻ. അപ്പോ ഇവിടുത്തെ അർത്ഥം ഇതാണ്: ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബ്രല്ല. ആ മരം ഒരു വലിയ കുടയുടെ ആകൃതിയുള്ളതായിരുന്നു. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിന്റെ ശിഖരങ്ങൾ, പ്രൊവൈഡിങ് മീൻസ് ടു ഗീവ്, നമുക്ക് നൽകി, മച്ച് നീഡഡ് ഷെയ്ഡ്, ആവശ്യമുള്ള തണൽ നമുക്ക് തന്നു, ആൻഡ് സുക്കർ, നമുക്ക് തണുപ്പ് തന്നു. അപ്പൊ ആ മരം എന്ത് സുന്ദരമായ കാര്യമാണ് നമുക്ക് നൽകിയത്. നല്ല തണുപ്പ് തന്നു, നല്ല ഹെൽപ്പിംഗ് സപ്പോർട്ട് തന്നു, പിന്നോ ഷെയ്ഡ് തന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സുധാമൂർത്തിക്ക് അത് വളരെ ഇഷ്ടമായി തോന്നി. അടുത്ത സെന്റൻസിലേക്ക് നോക്കാം. ട്രാവലേഴ്സ് മീൻസ് പാസഞ്ചേഴ്സ്, യാത്രക്കാർ. ട്രാവലേഴ്സ് സ്പെൻഡ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. സ്പെൻഡ് വിവണാണ്, നേരത്തെ ഞാൻ പറഞ്ഞു. അതിന്റെ V2 ആണ് സ്പെൻഡ്, ചെലവഴിച്ചു. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും സ്പെൻഡ് തന്നെ, V3. അപ്പോ ട്രാവലേഴ്സ് യാത്രക്കാർ, സ്പെൻഡ് സം ടൈം കുറച്ച് സമയം ചിലവഴിച്ചു. ദ ടയേർഡ് ട്രാവലേഴ്സ്, നമ്മൾ പറഞ്ഞതുപോലെ വളരെ ക്ഷീണിച്ച യാത്രക്കാർ സംടൈം ചിലപ്പോൾ സിറ്റിംഗ് ഇരിക്കുന്നു, അണ്ടർ ഇറ്റ് ഇതിന് തൊട്ട് താഴെ, മരത്തിന് തൊട്ട് താഴെ, ആൻഡ് ക്യാച്ചിങ് ദെയർ ബ്രീത്ത്സ് അവർ അവരുടെ ശ്വാസോച്ഛ്വാസം നടത്തും, ബിഫോർ ഗോയിങ് ഓൺ ദെയർ വേ അവർ പോകുന്നതിന് മുമ്പ്. അപ്പൊ ഈ യാത്രക്കാർ പോകുന്നതിന് മുമ്പ് ഈ മരത്തിന്റെ അടിയിലിരുന്ന് അവർ സുന്ദരമായി ശ്വാസോച്ഛ്വാസം നടത്താറുണ്ട്. പ്രകൃതി രമണീയമായ ശ്വാസോച്ഛ്വാസം അതാണ്. അപ്പൊ പ്രകൃതി രമണീയമായ ആ ശ്വാസോച്ഛ്വാസം നടത്താറുണ്ട്. അവിടെ വലഞ്ഞ് പരവശരായി വരുന്ന ആളുകൾ അവർ അവിടെ വന്ന് യാത്രാക്ഷീണം തീർക്കുന്നത് അങ്ങനെയാണ്. ടു മേക്ക് ദം കംഫർട്ടബിൾ, അവർ ടു മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ്. ഉണ്ടാക്കുക, അതിന്റെ പാസ്റ്റ് ആണ് മെയ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും മെയ്ഡ് ആണ്. മേക്ക് V1, മെയ്ഡ് V2, മെയ്ഡ് V3. മേക്ക് മെയ്ഡ്. അപ്പോ ടു മേക്ക് ദം കംഫർട്ടബിൾ, അവർ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നു. There was a origallo, അവിടെയുള്ള ആ കൽബെഞ്ചിൽ, അണ്ടർ ദ ട്രീ ആ മരത്തിന്റെ അടിയില് ഒരു ഹൊറിഗല്ലോ എന്ന് പറയുന്ന ഒരു കൽബെഞ്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു കൽബെഞ്ചുണ്ട്.
ആ കൽബഞ്ചിന് മുകളിൽ കയറിയിരുന്ന അവർ അവരുടെ സമയം ചിലവഴിക്കുകയാണ്. ടയേർഡ് ട്രാവലേഴ്സ്. അവിടെ ഇരുന്നാണ് ആളുകൾ കഥ പറയുന്നത്. ഹൊറേഗല്ലു ലിറ്റററി മീൻസ് എന്താണ്? ഹൊറേഗല്ലു എന്ന വാക്കിന്റെ മീനിങ് സാഹിത്യാത്മകമായി പറഞ്ഞാൽ ലിറ്റററി മീൻസ് ഹൊറേഗല്ലു ലിറ്റററി മീൻസ് ഹൊറേഗല്ലുവിന്റെ ലിറ്റററി മീൻസ് എന്താണ്? എ സ്റ്റോൺ, ഒരു കല്ല്. that can bear weight, ഭാരം വഹിക്കാവുന്ന ഒരു കൽബഞ്ച്. ഇതാണ് ഹൊറേഗല്ലുവിന്റെ അർത്ഥം. ശ്രദ്ധിച്ചേ, ഹൊറേഗല്ലു മീൻസ് എ സ്റ്റോൺ that can bear weight, ഭാരം വഹിക്കാവുന്ന ഒരു കൽബഞ്ച് എന്നാണ് ഇതിന്റെ അർത്ഥം. ഹൊറേഗല്ലുവിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറയാം. ലാർജ് ഫ്ലാറ്റ്, ഇതിനൊരു വലിയ ഫ്ലാറ്റ് ഉണ്ട്, ഒരു നിരപ്പായ സ്റ്റോൺ ഉണ്ട്, കല്ലുണ്ട്. അപ്പൊ ഈ കൽബഞ്ചിന് എന്തുണ്ട്? ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ, നിരപ്പായ ഒരു കല്ലുണ്ട്. പ്ലേസ്ഡ്, അത് വച്ചിരിക്കുന്നു. ഹൊറിസോണ്ടലി മീൻസ് പാരലൽ, സമാന്തരമായി ആ കല്ലിങ്ങനെ ഇരിപ്പുണ്ട്. ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ, അവിടെ നിരപ്പായ ഒരു കല്ലുണ്ട്. പ്ലേസ്ഡ് ഹൊറിസോണ്ടലി, അത് സമാന്തരമായി വെച്ചിരിക്കുന്നു. ഓവർ ടു വെർട്ടിക്കൽ എലമെന്റ്സ്. വെർട്ടിക്കൽ മീൻസ് അപ്റൈറ്റ്, നേരെ മുകളിലേക്കായിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ട്, ഫ്ലാറ്റ് ആയി ഇരിക്കുന്ന ഒരു കല്ല് അവിടെ. ദസ് മേക്കിംഗ്, അങ്ങനെ ആ കല്ലുണ്ടാക്കിയിരിക്കുന്നു. സ്റ്റോൺ ബെഞ്ച്, അങ്ങനെ ആ കൽബെഞ്ച് ഉണ്ടായിരിക്കുന്നു. ഓൺ വിച്ച് എനിവൺ കുഡ് സിറ്റ്, ആർക്കും അവിടെ ഇരിക്കാം. എനിവൺ കുഡ് സിറ്റ്, ആർക്കും അവിടെ ഇരിക്കാം. ആൻഡ് റെസ്റ്റ് എ വൈൽ, കുറച്ചു സമയം അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം, വിശ്രമിക്കാം. ദാറ്റ്, എന്നിട്ടോ ചാറ്റ് വിത്ത് ഫെലോ ട്രാവലേഴ്സ്. ചാറ്റ് മീൻസ് ടോക്ക്, സംസാരിക്കുക. ചാറ്റ്, അവർ സംസാരിക്കുന്നു. വിത്ത് ഫെലോ ട്രാവലേഴ്സ്, സഹയാത്രക്കാർ. അവിടെ വരുന്ന സഹയാത്രക്കാരുമായിട്ട് അവർ അവിടെ ചാറ്റ് ചെയ്യുന്നു. ചാറ്റ് വിത്ത് എ ഫെലോ ട്രാവലേഴ്സ്, അവർ സഹയാത്രക്കാരുമായി സംസാരിക്കുന്നു, സല്ലപിക്കുന്നു, ഉല്ലസിക്കുന്നു, സന്തോഷിക്കുന്നു, രസം പറയുന്നു. എന്തൊക്കെയാണ്? അവരും ഭാരം ചുമക്കുന്നവരാ. തലയിൽ ഭാരം ചുമന്ന ടയേർഡായിട്ട് വരുമ്പോൾ ആ മരത്തിന്റെ അടിയില് അവർ ചുമന്നുകൊണ്ടുവരുന്ന സാധനം വെച്ചിട്ട് അവരവിടെ വിശ്രമിക്കുക, അന്യോന്യം സംസാരിക്കുക, ചിരിക്കുകയാണ്, കളിക്കുകയാണ്. കഷ്ടപ്പാടിന്റെ ഒരു സാരാംശം അവിടെ സുധാമൂർത്തി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ചെറിയ കാര്യം, വലിയ കാര്യമല്ല അവിടെ. അതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങളാ ഒരു രക്ഷകർത്താവ് ഒരു ദിവസം ചെയ്യുന്നത്. എന്തെല്ലാം കഷ്ടപ്പാടാ ഒരു രക്ഷകർത്താവ് ഒരു ദിവസം ചെയ്യുന്നത്. അതെല്ലാം അവിടെ ഒരു ചെറിയ കാര്യം മാത്രം സുധാമൂർത്തി പറയുന്നു. ആൻഡ് എക്സ്ചേഞ്ച്, എന്നിട്ടോ
chat with a fellow travelers, ഫെലോട്രാവലേഴ്സുമായി സഹയാത്രക്കാരുമായിട്ട് അവർ വർത്തമാനം പറയുന്നു. ആൻഡ് എക്സ്ചേഞ്ച് മീൻസ് കൈമാറുക. ആൻഡ് എക്സ്ചേഞ്ച് കൈമാറുന്നു. ന്യൂസ് ഓഫ് ദ റോഡ്, അവർ നടന്നു വന്ന റോഡിലെ കാര്യങ്ങൾ അന്യോന്യം കൈമാറുന്നു. അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ആ റോഡിന്റെ അടുത്ത് മറ്റൊരു സംഭവം ഉണ്ടായി, അവിടെ ഒരു കൃഷിപ്പണിക്കാരൻ അല്ലെങ്കിൽ അവിടെ ടയേർഡ് ഒരു നല്ല തളർന്ന് പോയ മനുഷ്യൻ അവിടെ വീണുപോയി എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുക. അപ്പോ അവര് വന്ന കാര്യങ്ങൾ പറയാ. ചാറ്റ് വിത്ത് ഫെലോ ട്രാവലേഴ്സ്, അവർ ട്രാവലേഴ്സുമായിട്ട് സഹയാത്രക്കാരുമായി സംസാരിക്കുന്നു. ആൻഡ് എക്സ്ചേഞ്ച് കൈമാറുന്നു. ന്യൂസ് ഓഫ് ദ റോഡ്, ആ റോഡിലെ ന്യൂസുകൾ അവർ കൈമാറുന്നു. കൂൾ വാട്ടർ, നല്ല തണുപ്പുള്ള വെള്ളം. തണുപ്പുള്ള വെള്ളം വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. കാലഘട്ടത്തിന്റെ ആവശ്യകത അതാണ്. പണ്ടുള്ള കാലത്തെ കുറിച്ചാണ് പറഞ്ഞത് സുധാമൂർത്തി. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ്. കെപ്റ്റ് മീൻസ് കീപ്പ്. കീപ്പ് കെപ്റ്റ്. കീപ്പ് വീവണ, സൂക്ഷിക്കുക എന്നാ. കെപ്റ്റ് സൂക്ഷിച്ചു എന്നാ. അതിന്റെ V3 കെപ്റ്റ. കീപ്പ് കെപ്റ്റ്. അപ്പോ കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ്. കൂൾ വാട്ടർ അവിടെ സൂക്ഷിക്കുന്നു. ഇൻ ദി എർത്തൺ പോട്ട്സ്, മൺപാത്രത്തിൽ. അവർ അവിടെ മൺപാത്രത്തിൽ, ആ മരത്തിന്റെ അടിയിൽ, ആ കൽബഞ്ചിനടിയിൽ മൺപാത്രത്തിൽ തണുത്ത ജലം സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ ദി earthen pots near the bench. ആ ബെഞ്ചിന്റെ തൊട്ടടുത്ത നല്ല തണുത്ത കലത്തിൽ വച്ചിരിക്കുന്ന നല്ല തണുത്ത വെള്ളം, മൺപാത്രത്തിൽ വച്ചിരിക്കുന്ന നല്ല തണുത്ത വെള്ളം അവിടെയുണ്ട്. ആൻഡ് പീപ്പിൾ, ജനം എന്തു ചെയ്യുന്നു? അവിടെ വരുന്ന ആ ട്രാവലേഴ്സ്, അവിടെ വരുന്ന പീപ്പിൾ കുഡ് quench their thirst. കൊഞ്ച് ശമിപ്പിക്കുക. quench their thirst, അവരുടെ ദാഹം ശമിപ്പിക്കുന്നു. അപ്പോ അവിടെ വന്നിരുന്ന വർത്തമാനം പറയുന്ന, വിശ്രമിക്കുന്ന ആളുകൾ ആ മൺപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത്, തണുത്ത വെള്ളമെടുത്ത് കുടിച്ച അവരുടെ ദാഹം ശമിപ്പിക്കുന്നു. People could quench their thirst before starting their journeys again. വീണ്ടും അവർ അവിടെ നിന്നും യാത്ര തിരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്നും അവർ ആ തണുത്ത ജലം അല്പം കുടിക്കുന്നു. അവിടെ നിന്നും ആ ജലം കുടിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. കൂൾ വാട്ടർ, തണുത്ത ജലം, വുഡ് ബി കെപ്റ്റ്, അവരവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇൻ ദി earthen pots, മൺപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തണുത്ത വെള്ളം എവിടെയാ? നിയർ ദി ബെഞ്ച്, ആ ബെഞ്ചിന്റെ സമീപം വെച്ചിരിക്കുന്ന ആ തണുത്ത വെള്ളം. ആൻഡ് പീപ്പിൾ കുഡ് quench their thirst, അവരുടെ ദാഹം ശമിപ്പിക്കാനായിട്ട് അവർ അത് കുടിക്കുന്നു. എപ്പോഴാ? ബിഫോർ സ്റ്റാർട്ടിംഗ് their journeys, അവരുടെ യാത്ര വീണ്ടും
അവിടെ നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് ഐ ആം ഷുവർ, ഞാനിവിടെ വിശ്വസിക്കുന്നു, തീർച്ചയായും വിശ്വസിക്കുന്നു, സിമിലാർ, ഇത്തരം, ഇങ്ങനെയുള്ള, ഇപ്രകാരമുള്ള, ഇതുപോലെയുള്ള ഒക്കെയാണ് അർത്ഥം സിമിലാറിന്റെ അർത്ഥം. ഐ ആം ഷുവർ, ഞാൻ വിശ്വസിക്കുന്നു, സിമിലാർ സിമ്പിൾ അറേഞ്ച്മെന്റ്സ്, ഈ തരത്തിലുള്ള ലളിതമായ ക്രമീകരണങ്ങൾ ക്യാൻ ബി ഫൗണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നു, ഇൻ വില്ലേജ്, ആ വില്ലേജിൽ, ആൾ ഓവർ ദി കൺട്രി. ഇത്തരം സൗകര്യങ്ങൾ ആ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. സുധാമൂർത്തി പറയുന്നു, എന്താണ്? ഐ ആം ഷുവർ. എന്റെ വിശ്വാസം എന്താണെന്ന് അറിയുമോ? സിമിലാർ സിമ്പിൾ അറേഞ്ച്മെന്റ്സ്, ഇതുപോലെയുള്ള ലളിതമായ ക്രമീകരണങ്ങൾ ക്യാൻ ബി ഫൗണ്ട്, ഒരുപക്ഷെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും, ഇൻ ദ വില്ലേജ്, ആൾ ഓവർ ദി കൺട്രി, ആ രാജ്യത്തിന്റെ ആ വില്ലേജിൽ ഓരോ ഭാഗത്തും ഇത്തരം ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയുള്ള ക്രമീകരണങ്ങളാ? അതിന് തൊട്ട് മുന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുള്ള ക്രമീകരണങ്ങളാ? കൂൾ വാട്ടർ, അവിടെ പഠിച്ചു വെച്ചോണം, നന്നായി പഠിച്ചു വെച്ചോണം. കൂൾ വാട്ടർ, തണുത്ത വെള്ളം, എവിടെ? വുഡ് ബി കെപ്റ്റ്, അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇൻ എർത്തൺ പോട്ട്സ്, ആ മൺപാത്രത്തിൽ, ആ ഹൊറിഗല്ലുവിന്റെ തൊട്ടടുത്ത്, അതാ നിയർ ദി ബെഞ്ച്, ആ ഹൊറിഗല്ലുവിന്റെ ആ ബെഞ്ചിന്റെ അടുത്ത് എന്താ? തണുത്ത വെള്ളം മൺപാത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ കുഡ് quench their thirst, ജനങ്ങൾ അവരുടെ ദാഹം quench, ശമിപ്പിക്കുന്നു, their thirst, അവരുടെ ദാഹം ശമിപ്പിക്കുന്നു, before starting their journeys again, അവരുടെ ജേർണി വീണ്ടും തുടങ്ങുന്നതിന് മുമ്പ്, അവരുടെ ജേർണി വീണ്ടും തുടങ്ങുന്നതിന് മുമ്പ് അവർ ആ വെള്ളം കുടിച്ചുകൊണ്ടാ പോകുന്നത്. അതാ സുധാമൂർത്തി പറഞ്ഞത്, ഐ ആം ഷുവർ, ഞാൻ വിശ്വസിക്കുന്നു, സിമിലാർ സിമ്പിൾ അറേഞ്ച്മെന്റ്സ്, ഇത്തരം അറേഞ്ച്മെന്റുകൾ, ഇത്തരം ലളിതമായ അറേഞ്ച്മെന്റുകൾ ക്യാൻ ബി ഫൗണ്ട്, നമുക്ക് കാണാൻ കഴിയും, ഇൻ വില്ലേജസ് ആൾ ഓവർ ദി കൺട്രി, ഇത്തരം സൗകര്യങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ദൈവം നല്ല ഒരു മനസ്സ് പഠിക്കാൻ തെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.